എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫുഡിന്റെ യാത്ര നമ്മൾ ഇന്നിവിടെ തുടരുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചെർപ്പളശ്ശേരിയാണ്. ചെർപ്പളശ്ശേരിക്കാരെ സ്വന്തം അലിഫ് കുഴിമന്തിയിലാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരുടെ പുതിയ പുതിയ വെറൈറ്റികളും അറേബ്യൻ വിഭവങ്ങൾ ഇവരുടെ സ്വന്തമാണ്. വേറെ മറ്റാർക്കും ഇവർക്ക് അത് കൊടുക്കില്ല. അത് നമുക്ക് ഇവർക്ക് മാത്രമായിട്ട് നമുക്ക് ഇവരുടെ പുതിയ വിഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? അനക്ക നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാ നമ്മുടെ കുഴിമന്തിയുടെ അലിഫ് കുഴിമന്തിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ 15 വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. നമുക്ക് വേറൊരു സ്ഥാപനം കൂടിയുണ്ട് മുദൂർഷി എന്ന സ്ഥലത്ത്. ഇവിടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അലിഫ് മന്തിമേണ്. മന്തി ഉണ്ട്, അൽഫാം മന്തിയാണ് മെയിനായിട്ട്. പിന്നെ ഫിഷ് അൽഫാം ഉണ്ട്, പിന്നെ പിരിപിരി ആയി തന്നെ അൽഫാം തന്നെ പിരിപിരി അൽഫാം, ഗ്രീൻ ചില്ലി അൽഫാം, പിന്നെ ബ്രോസ്റ്റ്, ഷവായി തന്നെ മലബാരി ഷവായി ഉണ്ട്. അറേബ്യൻ വിഭവം മാത്രമേ ഉള്ളൂ. ബിരിയാണിയും കൂടി ഉണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. നോർമല് അല്ല, 15 വർഷമായിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ നാട്ടുകാർ? ചെർപ്പളശ്ശേരിക്കാരുടെ സ്വന്തമാണിത്. എങ്ങനെയുണ്ട് ഇവരുടെ പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട്? ഒരുപാട് സപ്പോർട്ടിങ് ആണ്. ഫാമിലി ആയാലും ശരി, സ്കൂൾ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് കോളേജ് പിള്ളേരും ഫാമിലീസുമാണ് എല്ലാവരും. യങ്ങേഴ്സും എല്ലാവരും നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഭയങ്കര വൈകുന്നേരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കൂടുതൽ. നമ്മൾ ഡെലിവറി ഉണ്ട്, ഇവിടുന്ന് തൊട്ട് ഒരുപാട് ഡെലിവറീസ് ഉണ്ട്, ഫാമിലീസിന്റെ ഇതുണ്ട്. ചെറിയ ചെറിയ പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാം വീട്ടിലേക്ക് ഡെലിവറി വീട്ടിലേക്ക്. ഇപ്പോ ഇതിന്റെ എല്ലാ ഇതും തന്നെയാണോ കൈകാര്യം? ഫുഡിന്റെ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടാണോ എല്ലാവരും? നമുക്കായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ടാണ് ടേസ്റ്റ് ചെയ്തിട്ടാണ് പൊതുവെ ഏതൊരു കാര്യം തുറക്കുമ്പോഴും ടേസ്റ്റ് ചെയ്തിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കുക. നല്ല അഭിപ്രായം പറയുമ്പോൾ ഫിഷ് അൽഫാം എങ്ങനെയാ? ഫിഷ് അൽഫാം ഇപ്പോൾ നമ്മുടെ ഉള്ളത് പറഞ്ഞാൽ സൗദി ഉണ്ട്, അമൂറുണ്ട്, വറ്റുണ്ട്, അതേപോലെ സിൽവർ ആവോലുണ്ട്. അങ്ങനെ ചെറിയ വില മുതൽ വലിയ വില വരെ വരുന്ന മീനുകളുണ്ട്. ഇതെല്ലാം കഴിക്കാൻ നമ്മുടെ ഫാമിലി ആയിട്ട് വരുന്ന അതോ ചെറുപ്പക്കാർ മാത്രമാണോ? ഫാമിലീസ് വരുന്നുണ്ട്, കോളേജ് പിള്ളേർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാരും പോകും. പൊതുവെ ചെക്കന്മാരാണ് അധികം ഫാമിലി വന്നിടത്തുണ്ട്. നമുക്ക് ഫാമിലി കസ്റ്റമറാണ് അധികം വരുന്നല്ലേ. ഇത് 15 വർഷമായി തുടങ്ങിയിട്ട്. 15 വർഷം നമ്മൾ ഭയങ്കര ക്ലിക്കായി തുടങ്ങി അല്ലേ? ചെർപ്പളശ്ശേരിക്കാർക്ക് സ്വന്തം കൊടുത്തിരിക്കുകയാണ് ഇവിടെ. നമ്മൾ മാക്സിമം ഇപ്പോൾ ഒരു ഓർഡർ കോളുകളെ നമുക്ക് അധികം വരുന്നത്. ഒരു 14,000 നമ്പർ തന്നെ സേവ് ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ. വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കായി മാറി അല്ലേ? ഇപ്പൊ എല്ലാവർക്കും ഫുഡ് മാത്രം മതിയല്ലോ. വൈകുന്നേരങ്ങളിലായി നമുക്ക് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഫുഡിന്റെ. ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു ഇത് വരാൻ, ഇവിടെ നടത്താന്നുള്ളൊരു ഇത് എങ്ങനെയാ വന്ന മനസ്സിലേക്ക് നമുക്ക് ചെർപ്പളശ്ശേരിയിൽ തുടങ്ങാന്നുള്ളത്? തുടങ്ങാന്നുള്ളത് അത് അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ഒരു തുടങ്ങിയിട്ടതാണ്. ആദ്യം ഇവിടെയാണോ തുടങ്ങിയത് അതോ ഇവിടെയാണ് തുടങ്ങിയത്? അവിടേക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ ഈ ഒരു അൽഫാം എല്ലാം ഉണ്ടോ? നമ്മളെ സെയിം ടേസ്റ്റ് തന്നെയാണ് അവിടെ. വേറെ 2-3 സ്ഥലത്ത് നോക്കുന്നുണ്ട്. എന്തായാലും ഭക്ഷണത്തിന് നമ്മുടെ ആൾക്കാർ കൈ വിടാതെ പിടിച്ചിരിക്കുകയല്ലേ. ഭക്ഷണം വിട്ടൊരു കളിയില്ല. വൈകുന്നേരങ്ങൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മതി. ഓഫറും കാര്യങ്ങളും ഉണ്ട്. അതേമാതിരി മന്ത്ലി ഓഫർ ഉണ്ട്. അതോ ഈ വീക്കിലി ആണോ ഓഫർ? വീക്കിലി ഓഫർ ഉണ്ടാവും, മന്ത്ലി ഓഫർ ഉണ്ടാവും. ഓ അതായത് എല്ലാത്തിനും അൽഫാം, ബിരിയാണിക്ക് ഓഫർ ഉണ്ടാവും. ബ്രോസ്റ്റിനുണ്ട്, ബർഗറിനുണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ നമ്മളെടുത്ത് എല്ലാ ഐറ്റംസും നമ്മൾ അതായത് ഓഫർ ടൈം ഇട്ട് എടുക്കും. മന്ത്ലി എന്തായാലും 1 ടൈം 2 ടൈം നമ്മൾ ഓഫർ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റുകളൊക്കെ ഒന്ന് അറിയണ്ടേ? അതുപോലെ ഇവിടുത്തെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്നും അറിയണം. അപ്പൊ നമുക്ക് അവരുടെ ഒരു ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ. നമുക്ക് അവരുടെ ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് വേഗം വരാം. ഹലോ, എങ്ങനെയുണ്ട് നമ്മുടെ അലിഫ് കുഴിമന്തിയിലെ കുഴിമന്തി? എങ്ങനെയുണ്ട്? ഇവിടെ എപ്പോഴും വരാറുണ്ടോ? എപ്പോഴും എന്നും ഓർഡർ ചെയ്തേതാ ഇത് തന്നെയാണോ അതോ വെറൈറ്റി ആണല്ലേ? ഇന്ന് 2 ആളും കൂടെ വന്നതാണ്, ഭാര്യയാണല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ എല്ലാം? ഇനി എന്താ ഇപ്പൊ വൈകുന്നേരങ്ങളിലാണോ അതോ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ വരാറ്? ആണല്ലേ?
നമ്മുടെ ചെർപ്പളശ്ശേരിക്കാരുടെ സ്വന്തമാണിത്. എന്താ പേര്? എന്താ പേരെന്താ? ഇവിടെയാണോ? ചെർപ്പളശ്ശേരി തന്നെയാണോ? പാലക്കാട്. നമുക്ക് ഇവിടേക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണോ? അങ്ങോട്ട് വന്നതാ. എന്താ ഓർഡർ ചെയ്തത്? ബിരിയാണിയാണോ അൽഫാമാണോ? എന്താണ് ഓർഡർ ചെയ്തത്? ബിരിയാണി ആണോ? എങ്ങനെയുണ്ട്? കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഇവരുടെ പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട്? നമ്മുടെ അപ്പോ അത്രയും നല്ല ഇതാണ്. ഭയങ്കര ഇങ്ങനെ സ്പൈസി ആണോ? ആണല്ലേ, നല്ല ഫുഡാണ്. ഈ അടുത്ത പ്രാവശ്യം കൂടെ വരാനുള്ളതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്താ ഓർഡർ ചെയ്തപ്പോ? ഇതന്നെയാണോ? അപ്പൊ ബിരിയാണിയാണ് നമുക്ക് ഇവർക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. നമുക്ക് വെറൈറ്റി ആയിട്ട് ടെസ്റ്റ് ചെയ്ത് വെറൈറ്റികളെ കൊണ്ടുവരണ്ടേ? അപ്പോൾ അടുത്ത നമുക്ക് എന്തായാലും വരുമ്പോൾ വേറൊരു വെറൈറ്റി ആക്കാം അല്ലേ? ഓക്കെ, എന്നാൽ കഴിച്ചോളൂ. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഞാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട് അൽഫാമൊക്കെ? അടിപൊളിയാണോ? ഇവിടെ ചെർപ്പളശ്ശേരിയിൽ ഇവിടെ അലിഫിൽ എപ്പോഴും വരാറുണ്ടോ? അൽഫാം മാത്രമാണോ ഇവിടെ? അതോ ഇവിടെ അറേബ്യൻ വിഭവങ്ങളാണല്ലോ നമുക്ക് പ്രത്യേകിച്ചുള്ളത്? ആണല്ലേ, ഇഷ്ടമായോ? എങ്ങനെയുണ്ട് ഇവരുടെ പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട് നമ്മളോടുള്ള പെരുമാറ്റമൊക്കെ? എങ്ങനെയുണ്ട്? നല്ലത് തന്നെയാണ്. മിക്കവാറും ഇവിടെ വരാറുണ്ട്. എന്താ ഇവിടെ പഠിക്കുവാണോ? ആണല്ലേ, വൈകുന്നേരങ്ങളാണോ അതോ ഉച്ച സമയത്ത് തന്നെ വരാറ്? ഇവിടുത്തെ അൽഫാമും ഫിഷ് അൽഫാമും ഒക്കെ ഉണ്ടല്ലോ, ഇല്ല? നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്തോക്കാം കേട്ടോ. ഓക്കെ. ഒരുപാട് വിഭവങ്ങൾ ഇത് എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എനിക്ക് ട്രൈ ചെയ്യണം എന്നറിയില്ല, ഇതിൻ്റെ പേരുകൾ എന്താണെന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഇക്കയോട് ഞാൻ ചോദിച്ചോക്കാം ഇത് എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്ന്. ഇക്ക, എനിക്കിതെല്ലാം കണ്ടിട്ട് എൻ്റെ വയറ്റിലേക്ക് പോകാനുള്ള ഭയങ്കര തിരക്കായി കേട്ടോ. വിശന്നിട്ട് നിൽക്കാൻ വയ്യ, ഉച്ച സമയമാണ്. ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നെ. ഇതെന്തോ ബിരിയാണിയാണ്? ബിരിയാണിയാണ് അത്. നമ്മളെ ബിരിയാണി ഉണ്ട്, അത് നമ്മളെ അടിപൊളി ബിരിയാണിയാണ്. നമുക്ക് ഏറ്റവും ബിരിയാണി ചിക്കനാണോ അതോ? ചിക്കനാണ്. പിന്നെ അൽഫാം ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള മീനാണ് ഫിഷ് അൽഫാം, സൗദി അൽഫാം. സൗദി അൽഫാം ഫിഷ് ഇതാണോ ഇവിടെ നമുക്ക് ഉച്ച സമയത്ത് മാത്രമാണോ കിട്ടുക അതോ? 11 മണി മുതൽ രാത്രി 11 മണി വരെ ഇതിവിടെ എപ്പോഴും ഉണ്ട്. ഓർഡറുകളും നന്നായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് റൈസ് ഉണ്ട്, മന്തി റൈസ്. മന്തി റൈസ്. ആളുകളുടെ പ്രതികരണം എന്തൊക്കെയാ ഇതിനെ പറ്റിയുള്ള ഈ ഫിഷ് അൽഫാം ഒക്കെ? നല്ല പ്രതികരണമാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഒരു അഭിപ്രായം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഓഫറുകളായിക്കോട്ടെ കഴിഞ്ഞാൽ അവർ ഓഫർ ചോദിക്കുമ്പോൾ ഓഫർ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നും നാളെയായിട്ട് മീനിൻ്റെ ഒരു ഫെസ്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. നമ്മളിവിടെ ഫെസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മീനുകളും ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം എത്രയായി? ഒരു 15 വർഷമായിട്ട് തന്നെ ഉണ്ടോ അതോ ഇപ്പം അടുത്ത് തുടങ്ങിയതാ? അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, ഒരു 4-5 മാസമായിട്ട് ഫിഷ് തുടങ്ങിയിട്ടുള്ളൂ. ആ തുടങ്ങിയ സമയത്ത് ക്ലിക്കായി ഭയങ്കരമായിട്ട്. നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, പെരിന്തമണ്ണ ഭാഗത്തു നിന്നൊക്കെ വന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ഈ ഭാഗത്ത് എന്താ തിരുവാഴിയോട് അങ്ങനെ ഇതിന്റെ ഈ അലിഫ് കുഴിമന്തി എവിടെയെന്ന് ചോദിച്ചറിഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്ത് വരുന്നവരുണ്ട് ഫുഡ് എവിടെ കിട്ടുക. ഇത് പുറത്തുനിന്ന് വരുന്നവർ കുറെ ആൾക്കാർ നല്ല അഭിപ്രായം വന്ന് പറയും, കഴിച്ചിട്ട് നല്ല അഭിപ്രായം വന്ന് പറയുന്നുണ്ട്. റിപ്പീറ്റ് കസ്റ്റമർ കിട്ടുന്നുണ്ട്. എനിക്കെന്നെ ഇതിന്റെ സ്മെല്ലടിച്ചിട്ടേ എനിക്കെന്നെ കഴിക്കാൻ ഭയങ്കരമായിട്ട് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഇതൊക്കെ കൂടെ കണ്ടിട്ട് തന്നെ എനിക്ക് നിൽക്കാൻ വയ്യ ഇവിടെ. അപ്പോൾ നമുക്കിത് ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലൊക്കെ അവൈലബിൾ. ഇതിലേക്ക് എന്തെല്ലാവരും ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്യുക അതോ മന്തി റൈസ് ഓർഡർ ചെയ്യുന്നത്? അധികം മന്തി റൈസും ഫിഷ് അൽഫാമാണ് മൂവിങ് വരുന്നത്. പിന്നെ കുബൂസ് ബിരിയാണി റൈസ് വേണ്ട ഒരു ബിരിയാണി റൈസ്. അല്ലെങ്കിൽ ഈ ഒരു ഫിഷ് അൽഫാം ഒരു വെറൈറ്റി ആയിട്ട് തന്നെ വരുന്നില്ലേ? നമുക്ക് ഒരു ഇതായിട്ട് എല്ലായിടത്തും ചിക്കനും ഇതൊക്കെ തന്നെയല്ലേ വരുന്നുള്ളൂ. ഇത് നമുക്ക് ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് നമുക്ക് മീനൊക്കെ ഏതിനും റെഡിയാക്കി കൊടുക്കുമോ? നമ്മളപ്പോൾ അവർ ഓർഡർ പറയുന്ന സാധനം അവരെ മുന്നിൽ വെച്ചിട്ട് തൂക്കി
അതിന്റെ വില പറയുകയും ചെയ്യും. ഇത് ഏത് മീനിലാണ് ഇത്? നെയ്മീനാണോ അതോ എന്ത് മീനാ? സൗദി വരുന്നത്. സൗദി വരുന്നത്. പിന്നെ അമൂറുണ്ട്, അതേപോലെ വറ്റുണ്ട്, പിന്നെ സിൽവർ ആവോലുണ്ട്, ആവോലുണ്ട്, പിന്നെ ചെമ്പല്ലുണ്ട്, പൂമീനുണ്ട്. അവരേത് പറഞ്ഞത് അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കും. നമ്മൾ ഓൾറെഡി മസാല ഇട്ട് വെച്ചിട്ടുണ്ടാവും. ആ മസാല അവരെ മുന്നിൽ തന്നെ തൂക്കി അവരുടെ മുന്നിൽ തന്നെ കുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓർഡർ വീട്ടിലെ ഹോം ഡെലിവറി അല്ല? അങ്ങനെ ഡെലിവറി ഒക്കെ ഉണ്ട്. പറഞ്ഞ ഉടനെ ഒരു 15 മിനിറ്റ് കുക്കിംഗ് ടൈം വരുന്നുണ്ട് ഫിഷിന്. 15 മിനിറ്റ് കൊണ്ട് സാധനം കൊടുക്കും. ഹോം ഡെലിവറിയും വരുന്നുണ്ട് കുറെ. നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, സ്പെഷ്യലാണിത്. എനിക്കിതൊക്കെ കൂടെ കണ്ടിട്ടേ വായില് വെള്ളം ഊറി ഇരിക്കുക കേട്ടോ. ഗംഭീരാട്ടോ, അത് പറഞ്ഞറിയിക്കേണ്ടതല്ല, നിങ്ങൾ വന്ന് കഴിച്ചറിയേണ്ട ഒരു സാധനം തന്നെയാണ്. ചെർപ്പുളശ്ശേരിക്കാരുടെ സ്വന്തം എന്ന് പറയുന്നത് വെറുതെ അല്ല, നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാവരും വന്ന് കഴിക്കണം, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഭയങ്കര സ്പൈസിയാണ്. അൽഫാം കൂടെ ചേരുമ്പോഴും ഇതിലേക്ക് മയോണീസും നമ്മുടെ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇവിടെ ഉള്ളവരെല്ലാവരും വന്ന് കഴിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. എല്ലാം കൂടെ വരുമ്പോഴേ നമ്മുടെ ഫിഷ് അൽഫാം പറഞ്ഞ് ഞാനിപ്പോൾ ഇതിനെ കേട്ടതല്ലേ ഉള്ളൂ, കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ വെറൈറ്റി തേടിയുള്ള യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്ത വെറൈറ്റിയുമായി നമുക്ക് മറ്റൊരിടത്ത് കാണാം. ഓക്കെ.